പ്രജിത്ത്, നമ്മുടെ കുറച്ച് കാലങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയുണ്ട്. അതായത് പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ട് മുൻപ് ഏതാണ്ട് ഒരു മാസം നമ്മുടെ രാഹുൽ അപ്രത്യക്ഷനാകും. എവിടെയാണെന്ന് ഒരു വിവരവും ഉണ്ടാകില്ല. തൊട്ട് പുറകെ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ രാജ്യത്തിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഓരോരോ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്ന രാഹുലിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പാർലമെന്റിൽ ഇത്തരം അലിഗേഷൻസ്, അതിൻ്റെയൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞു, ഇനി അതിലപ്പുറം പറയാനില്ല എന്നത് കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു CJP എന്ന് പറയുന്ന ഒരു പ്രതിഭാസവുമായി, ആ ഒരു ഗൂഢ അജണ്ടയുമായി കോൺഗ്രസ് വന്നിരിക്കുന്നത് എന്നാണ് കാണേണ്ടത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ വളരെ സജീവമായ ചർച്ചകൾ നടക്കുന്നത്. കാരണം അവിടെ ഈ രാത്രി അവിടെ സമരമിരിക്കുന്ന പാർട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി ലോഡ് കണക്കിന് ഈ ട്രക്ക്, 1-2 ട്രക്ക് നിറയെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തുകയാണ്. ആരാണ് ഇതിന് സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ള വലിയ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. മാത്രവുമല്ല, ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വേണ്ടി പോലും സ്പോൺസേഴ്സ് എത്തുകയാണ്. ഇവിടെ ചില ഇമെയിൽ സന്ദേശങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. അതിൽ ഒന്ന് പറയുന്നത്, ഈ സോനം വാങ്ചുക്ക് ഇത്തരത്തിലൊരു നിരാഹാര സമരത്തിന് തയ്യാറായത് 15 ലക്ഷം രൂപ പ്രതിഫലം കൈപ്പറ്റിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ചില പബ്ലിസിറ്റിക്ക് വേണ്ടി ചില വിദേശകരങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വളരെ കൃത്യമായി വരികയാണ് ഇവിടെ. രാഹുൽ എപ്പോഴൊക്കെ വിദേശത്ത് പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ആ രീതിയിലുള്ള സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, രാഹുലിന് ഇന്ത്യൻ പൗരൻ എന്നതിനപ്പുറത്തേക്ക് ഒരു OIC കാർഡ് കൊടുക്കണമെന്നുള്ളതാണ്. അദ്ദേഹം കൂടുതൽ സമയവും വിദേശത്താണ്. ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവാണെങ്കിലും അദ്ദേഹം ഭാരതത്തിൽ പലപ്പോഴും ഒരു വിസിറ്റ് ചെയ്യുന്ന ഒരാളെ പോലെയാണ് കാണാറുള്ളത്. സംബന്ധിച്ച് നമ്മുടെ കോടതികളിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ അത് കോടതിയിൽ നിൽക്കുന്നതായത് അതിനെപ്പറ്റി കൂടുതൽ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ നൽകാം. 2015 രാഹുലിനെ കുറേ നാളത്തേക്ക് കാണാനുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ഫെബ്രുവരി ഏപ്രിൽ സമയത്തൊക്കെ നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെ അന്ന് ലാൻഡ് അക്വിസിഷൻ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ പലയിടങ്ങളിലും, പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായി. പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രശ്നങ്ങളുണ്ടായി. 2020 കാലത്തും അദ്ദേഹം ഈ രീതിയിൽ വിദേശ സന്ദർശനങ്ങൾ നടത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കർഷക സമരം എന്നൊക്കെയുള്ള വിഷയങ്ങൾ വീണ്ടും കത്തിപ്പടുത്തുന്ന സാഹചര്യമുണ്ടായി. അത് പിന്നീട് 2021 ട്രാക്ടർ റാലിയോടെയൊക്കെയാണ് അവസാനിക്കുന്നത്. ഈ സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ വിദേശയാത്രകളുണ്ട്. അപ്പോൾ 2022 മെയ്യിൽ അദ്ദേഹം നേപ്പാൾ സന്ദർശിച്ചു. ഔദ്യോഗികമായി നേപ്പാളിലേക്കാണ് അദ്ദേഹം പോയതെന്നാണ് പറയുന്നത്. പിന്നാലെ അഗ്നിപത് സ്കീമുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളുണ്ടായി. 2023 വരുമ്പോൾ അദ്ദേഹം UK-യിൽ, യുണൈറ്റഡ് കിങ്ഡത്തിലെ കാംബ്രിഡ്ജിലേക്കൊക്കെ അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്ത് നടത്തുന്നുണ്ടായിരുന്നു. ഈ ലോക്സഭാ ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങളുണ്ടായി. 2023 മെയ് ജൂൺ കാലഘട്ടത്തിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. അന്നാണ് മണിപ്പൂർ വയലൻസ് ഉണ്ടാകുന്നത്, മണിപ്പൂരിൽ സംഘർഷം ആരംഭിക്കുന്നതെന്നാണ്. പിന്നീട് 2024 അദ്ദേഹം ഇങ്ങനെയുള്ള വിദേശ സന്ദർശനങ്ങൾ ഉണ്ടായി. അങ്ങനെ പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ 2025-26 കാലത്ത് അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്താണ് വീണ്ടും എന്തുണ്ടാകുന്നത്, ഈ രീതിയിലുള്ള ഒരു വലിയ പ്രക്ഷോഭവും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും രാഹുലിൻ്റെ വിദേശയാത്രകളും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമാധാനവും സുസ്ഥിരതയും ഒക്കെ തകർക്കാൻ നടക്കുന്ന ഇത്തരം പെയ്ഡ് പ്രൊട്ടസ്റ്റുകൾക്ക് അതിന് പിന്നിലും ഒരു ബന്ധമുണ്ട് എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. ഇനി വിദേശ ഫണ്ടിങ്ങിലേക്ക് വരുമ്പോൾ, നീലിമ, നമ്മൾ ഈ വാർത്ത വന്ന ദിവസം തന്നെ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഖലിസ്ഥാൻ വളരെ പെട്ടെന്ന് തന്നെ ഈ സമരത്തിന് പിന്തുണയുമായി ഞങ്ങൾ ഡൽഹിയിലേക്ക് വരുന്നു എന്ന് വിവിധ ഖലിസ്ഥാനി സംഘടനകൾ പറഞ്ഞു. പിന്നാലെയാണ് ഈ പറയുന്ന സിഖ് വിഭാഗത്തിൽപ്പെട്ട ആയുധധാരികളായ കുറേ അക്രമികൾ ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഒരു സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഏറെ ചർച്ചയായിട്ടുള്ള ഒരു വിദേശ ഭീകര സംഘടന, വിദേശത്ത് പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ വിഘടനവാദം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഭീകര സംഘടന തന്നെ ഇവർക്ക് പിന്തുണയുമായി എത്തിയിരിക്കണം. അതെ, ഖലിസ്ഥാൻ ഭീകര സംഘടന ഇവർക്ക് പിന്തുണയുമായി എത്തിക്കണം. അപ്പോൾ ഇത് വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഓപ്പറേഷനാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ഈ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, ഐസ നേരത്തെ സൂചിപ്പിച്ചതാണെങ്കിലും ശരി, ഈ അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തെ നമ്മൾ അങ്ങനെ വെണ്ണ പുരട്ടി കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നയതന്ത്ര ബന്ധത്തിൽ ഒരിക്കലും ധാർമ്മികതയില്ല. എന്റെയും അവരുടെയും ആവശ്യം എന്താണോ ആ ആവശ്യങ്ങൾക്കനുസരിച്ച് യോജിക്കാൻ കഴിയുന്ന എവിടെയാണോ അത്രയേ ഉള്ളൂ നയതന്ത്ര ബന്ധങ്ങളുടെ. അതെ, ഒരു ബിസിനസ് മാത്രമാണ്. അതായത് ഏത് രീതിയിലാണെങ്കിലും ശരി, നയതന്ത്ര ബന്ധം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ധാർമ്മികമായ ഒരു വശം അതിനില്ല. അത് എല്ലാ കാലത്തും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അമേരിക്ക എന്ന് പറയുന്നത് ചതിയന്മാരുടെ രാഷ്ട്രമാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ലോകത്തെ ഏറ്റവും അധികം രാജ്യങ്ങളിൽ
ഭരണകൂട അട്ടിമറികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് അവർ. അവരുടെ 40-ലധികം രാഷ്ട്രങ്ങളിൽ അതെ, അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് അവരുടെ ഒരു രീതിയുണ്ട്. ഈ CIA എന്ന് പറയുന്ന രഹസ്യാന്വേഷണ ഏജൻസി അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർ ഒരു സ്ഥലത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ആ രാജ്യം പോകുന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്കാണ് അവർ വളർന്നു കയറുന്നത് കണ്ടാൽ അവർ സ്വാഭാവികമായും അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കും. അതിന് പ്രാദേശികമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾക്ക് അവർ ഫണ്ട് നടത്തും, അവിടെ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക വിദ്യ വെച്ച് നവമാധ്യമങ്ങളടക്കം വലിയ പ്രചാരണങ്ങൾ നടത്തും. പിന്നീട് അത് ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ ഇവരുടെ തന്നെ ഫണ്ട് വാങ്ങിച്ചിട്ടുള്ള കുറേ ആളുകളെ ഇറക്കി വിടും. ഈ പറയുന്ന പ്രകൃതി സ്നേഹികൾ, പരിസ്ഥിതി സംരക്ഷകർ, ശാസ്ത്രജ്ഞർ എന്നൊക്കെ പറഞ്ഞ് കുറേ മനുഷ്യരെ ഇറക്കി വിടും. അങ്ങനെ ആ ഭരിക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ ഇല്ലാത്തൊരു ജനവികാരം സൃഷ്ടിക്കപ്പെടും. ആ സൃഷ്ടിക്കപ്പെടുന്ന ജനവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കണ്ടതുപോലെയുള്ള കലാപങ്ങൾ ആ രാജ്യത്ത് അഴിച്ചുവിടും. ഒടുവിൽ ആ സർക്കാരിനെ തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ചിന്തിക്കാൻ കഴിയുമോ നമ്മുടെ 2000 പാർലമെന്റ് അറ്റാക്കിന് ശേഷം ഇത്രയധികം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള, അതിനകത്തേക്ക് അതിക്രമിച്ച് കയറിയാൽ വെടിവെക്കുമെന്നുള്ള ഉറപ്പുള്ള സ്ഥലത്തേക്ക് ഈ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്. കാരണം അവിടെ കുറെ ആളുകൾ മരിച്ചു വീഴണം. ആ മരിച്ചു വീഴുന്നവരുടെ ശരീരവും കൊണ്ട് അവരെ രക്തസാക്ഷികളാക്കി ഈ കലാപൻ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കൃത്യമായ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. എനിക്ക് എന്നെ ഏറ്റവും വലിയ മരിക്കണം. അതെ, ഞെട്ടിച്ചത് ഈ പറയുന്ന സമരം പ്രൊട്ടസ്റ്റിനിടയ്ക്ക് എന്തിനാണ് ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന വിദ്യാർത്ഥികളല്ലാത്ത മനുഷ്യർ, ഹരിയാനയിലുമൊക്കെയുള്ള ഖാപ് പഞ്ചായത്തിന്റെ വസ്ത്രമണിഞ്ഞ ആളുകൾ എന്തിനാണ് ഈ സമരത്തിനിടയ്ക്ക്, എന്തിനാണ് വാളും കത്തിയും കൊണ്ട് കമ്പും കൊണ്ടൊക്കെ എന്ന് ഈ പറയുന്ന ഒറ്റ തിരിഞ്ഞ പോലീസുകാരെ ആക്രമിക്കുന്നത്, RF പേഴ്സൺസിനെ ആക്രമിക്കുന്നത്? പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യൻ ആർമിക്കെതിരെ എന്തിന്, ഇപ്പോൾ നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെതിരെയും BJPക്കെതിരെയുമാണ് നിങ്ങളുടെ പ്രതിഷേധമെങ്കിൽ നിങ്ങൾക്കത് നടത്താം. എന്തിനാണ് ഇന്ത്യൻ ആർമിക്കെതിരെ വീഡിയോ ചെയ്ത്, ഈ സമരത്തിനിടയിൽ നിന്ന് വീഡിയോ ചെയ്ത് വളരെ അപഹസിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലുള്ള ചീത്ത വിളിച്ചുകൊണ്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്? അപ്പോൾ കൃത്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ സിസ്റ്റത്തെയും മുഴുവൻ സംവിധാനത്തെയും അസ്ഥിരപ്പെടുത്തുകയും ജനങ്ങൾക്ക് ഈ സംവിധാനങ്ങളോടുള്ള വിശ്വാസം ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. എങ്ങനെയാണോ വിവിധ രാജ്യങ്ങളിൽ അമേരിക്ക തൂകളുണ്ടാക്കുകയും അവിടുത്തെ സർക്കാരുകളെ പുറത്താക്കുകയും തങ്ങൾക്കിഷ്ടമുള്ള പാവ സർക്കാരുകളെ അവിടെ ഇരുത്തുകയും ചെയ്തത്, അതിന് സമാനമായിട്ടുള്ളൊരു ഡിസൈൻ ഈ സമരത്തിലുണ്ട്. അതിന് വിവിധ തലങ്ങളിൽ നിന്ന് ഫണ്ട് ഒഴുകിയെത്തിയിട്ടുണ്ട്. അതിന് ഈ ഗൂഢാലോചനയിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പങ്കുണ്ട്. വോട്ട് ചെയ്താൽ ഇവരൊന്നും അധികാരത്തിൽ വരാൻ ഒരു സാധ്യതയുമില്ല. രാഹുലിന് വളരെ കൃത്യമായി അറിയാം, കാലങ്ങളായി, പക്ഷെ അത് നടക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അട്ടിമറിയിലൂടെയെങ്കിലും ഈ രാജ്യത്തിന്റെ ഭരണ തലത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്.